യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, എൻ്റെ സഹോദരൻ എന്നോടൊരു തെറ്റ് ചെയ്താൽ ഞാൻ എത്ര തവണ ക്ഷമിക്കണം? 7 തവണ മതിയോ എന്ന്. യേശുക്രിസ്തു പറഞ്ഞു, പോരാ, 70 തവണ വേണമെന്ന്. അങ്ങനെ യേശുക്രിസ്തു ആ സമയത്ത് പത്രോസിനൊരു കഥ പറഞ്ഞു കൊടുത്തു. കഥ ഇങ്ങനെയാണ്. തൻ്റെ പ്രജകളുടെ കണക്കുകളൊക്കെ തീർക്കുന്ന രാജാവ് ഒരിക്കൽ കടം ബാക്കി വെച്ച ഒരു പ്രജയെ വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, എവിടെ, നീ കുറേ കാലമായിട്ട് കുറച്ച് പണം കടം വാങ്ങിയിട്ടുണ്ടല്ലോ, അതെന്താ തിരിച്ചു തരാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രഭു, ഞാൻ അങ്ങേയറ്റം കഷ്ടത്തിലാണ്, എൻ്റെ വീട്ടിൽ പട്ടിണിയാണ്, ദരിദ്രമാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കടം വീട്ടാൻ ഒരു വഴിയുമില്ല. രാജാവ് പറഞ്ഞു, നിൻ്റെ ഭാര്യയെയും മക്കളെയും നിനക്കുള്ളത് സകലതും വിറ്റിട്ട് കടം വീട്ടണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിലടക്കും. ആ പാവം മനുഷ്യന് വീണ്ടും ബാവിട്ട് കരഞ്ഞു, പ്രഭു, എന്നോട് ക്ഷമിക്കണം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് ഇത്തിരി കൂടി സമയം തരണം എന്ന് യാചിച്ചപ്പോൾ രാജാവ് അദ്ദേഹത്തിന് സമയം കൊടുത്തു, കടം വിട്ടുകൊടുത്തു. വലിയ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പിരിഞ്ഞു പോകാൻ നേരത്താണ് അദ്ദേഹത്തിന് ഒരു ഓർമ്മ ഇങ്ങനെ വന്നത്, ഈ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ പൈസ കടം വാങ്ങിയിട്ടുണ്ടല്ലോ, ഇതുവരെ തിരിച്ചു തന്നിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കോലം കൊണ്ട് മാറി, ഭാവം കൊണ്ട് മാറി. എടാ, നീ എന്നോട് കുറച്ച് പൈസ കടം വാങ്ങിയിട്ടില്ലേ, ഇത്രയും കാലം തിരിച്ചു തന്നിട്ടില്ലോ, നീയൊക്കെ വാങ്ങിയ പണം തരാത്തതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ രാജാവിന് മുമ്പിൽ മാനം കടേണ്ടി വന്നു. രാജാവ് എന്നെ ഒരു വിധം വെറുതെ വിട്ടതാണിപ്പം, ഇല്ലെങ്കിൽ എന്നെ കൊല്ലുമായിരുന്നു, ജയിലിലടക്കുമായിരുന്നു, എൻ്റെ പണം ഇപ്പം തിരിച്ചു കിട്ടണം. അപ്പോൾ ആ പാവം മനുഷ്യൻ പറഞ്ഞു, സഹോദര, ഞാൻ തരാം, കുറച്ചും കൂടി സമയം വേണം, എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതൊന്നും പറ്റില്ല, എനിക്ക് ഇപ്പം കിട്ടണം പണം. അങ്ങനെ അദ്ദേഹം ആ പാവം മനുഷ്യനെ കൊണ്ടുപോയിട്ട് ജയിലിലടച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാനത്തിൽ ഒതുക്കിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ട് ആ പണം തിരിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. ഈ സംഗതി നാട്ടിലെല്ലാവരും അറിഞ്ഞു. അങ്ങനെ നാട്ടുകാർ രാജാവിനോട് വിവരറിയിച്ചു. രാജാവ് എത്രയും പെട്ടെന്ന് ആ ദുഷ്ടനായ മനുഷ്യനെ തൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ പറഞ്ഞു. രാജാവ് ചോദിച്ചു, എടോ, നീ തന്നോട് അപേക്ഷിച്ചപ്പോൾ ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ? അതുപോലെ നിനക്ക് നിൻ്റെ സഹോദരനോട് ക്ഷമിച്ചൂടെ? അതുകൊണ്ട് നിന്നെ ഞാൻ ജയിലിലടക്കുകയാണ്, നീ കാരാഗൃഹത്തിൽ ജീവിക്കണം. രാജാവ് അദ്ദേഹത്തെ കാരാഗൃഹത്തിലടച്ചു. അദ്ദേഹത്തെ ദണ്ഡിപ്പിക്കുന്ന, പീഡിപ്പിക്കുന്ന ആളുകളെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ കഥ പറഞ്ഞു കൊടുത്തതിന് ശേഷം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുക. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ എൻ്റെ പിതാവും നിങ്ങളോട് ക്ഷമിക്കും, നിങ്ങൾക്ക് സ്വർഗ്ഗസ്ഥരാവാം.